ഡിയർ സ്റ്റുഡൻസ്, ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് താരതമ്യേന ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രി. കാരണം അതിനകത്ത് കുറേ ഫോർമുലകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫോർമുല അപ്ലൈ ചെയ്യാനും അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാനും പല കുട്ടികളും ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചത് കൊണ്ട് തന്നെ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു ആലോചന വന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർമുല നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫോക്കസ് ഏരിയനകത്ത് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മുഴുവനായിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യം മുതലേ കാണാൻ ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇഫ് cos x equal to -1/2 and x is in the third quadrant, find the values of other 5 trigonometric functions. സാധാരണഗതിയിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പഴയ 5 വർഷത്തെ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 8 കാണുന്ന ഒരു ചോദ്യമാണ് ഈ cos x equal to -1/2, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിക് വാല്യൂ തന്നിട്ട് എക്സ് ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് പറയും, മറ്റ് 5 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ട്രിഗണോമെട്രിക് ഫോർമുലകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഇത് ചെയ്യാം, വളരെ എളുപ്പത്തിലും ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഒരു ട്രിഗണോമെട്രിക് വാല്യൂസ് കാണുവാൻ വേണ്ടി ഒരു ചെറിയ റൈറ്റ് ട്രയാങ്കിൾ വരക്കുന്നു. അപ്പോൾ ആദ്യം നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ വരക്കാം. ഈ റൈറ്റ് ട്രയാങ്കിളിൽ നമ്മുടെ എക്യൂട്ട് ആംഗിൾ എക്സ് നമുക്കൊരു എക്സ് ആയിട്ട് മാർക്ക് ചെയ്യാം. 90 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് റൈറ്റ് ട്രയാങ്കിളിൽ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. 2 എക്യൂട്ട് ആംഗിളുകളിൽ ഒന്ന് നമുക്ക് എക്സ് എന്ന് മാർക്ക് ചെയ്യാം. ഇനി ഈ തന്നിട്ടുള്ള വാല്യൂവിൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് പ്രത്യേകിച്ച് നമ്മൾ നോക്കാതെ നമുക്കിതിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്താം. അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് നമുക്കറിയാം. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇത് അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ഈ വാല്യൂവിൽ നെഗറ്റീവ് നമുക്ക് ഒഴിവാക്കിയിട്ട് ഈ വാല്യൂ 1 എന്നുള്ളത് അഡ്ജസൻറ്റ് സൈഡും 2 ഹൈപ്പോട്ടനസുമായിട്ട് മാർക്ക് ചെയ്യാം. ഈ തേർഡ് സൈഡ് നമ്മൾ ആദ്യം ഒന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ തേർഡ് സൈഡിൻ്റെ വാല്യൂ പൈത്തഗോറസ് ലോ പ്രകാരം നമുക്കറിയാം 2² - 1² ദാറ്റ് ഈസ് ഈക്വൽ ടു √4 - 1 ഈസ് ഈക്വൽ ടു √3. അത് നമുക്ക് ആദ്യമേ കണ്ടുപിടിച്ച് വെക്കാം, √3. Therefore the third side is √3 and we have to write first cos x is equal to -1/2 because x is in the third quadrant. തേർഡ് ക്വാഡ്രൻറ്റിൽ എക്സ് ആകുമ്പോൾ നമുക്കറിയാം cos x നെഗറ്റീവ് ആയിരിക്കും. ഇനി ആ ട്രിഗണോമെട്രിക് വാല്യൂസിൻ്റെ സൈൻ കണ്ടുപിടിക്കാൻ നമ്മളൊരു എളുപ്പ വഴി ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാവുമ്പോൾ ഓൾ ട്രിഗണോമെട്രിക് വാല്യൂസ് ആർ പോസിറ്റീവ് ആൻഡ് ദി സെക്കൻഡ് ക്വാഡ്രൻറ്റ് സൈൻ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ആർ പോസിറ്റീവ്. തേർഡ് ക്വാഡ്രൻറ്റ് ടാൻ ഈസ് പോസിറ്റീവ് ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഓൾസോ പോസിറ്റീവ് ആൻഡ് ദി ഫോർത്ത് ക്വാഡ്രൻറ്റ് കോസ് ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ സീക്ക് ഈസ് ഓൾസോ പോസിറ്റീവ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെയൊരു എളുപ്പ വഴി നമ്മൾ ഓർത്ത് വെക്കണം. 2 കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഒന്ന്, ഈ ട്രയാങ്കിൾ വരച്ച് നമ്മളതിൻ്റെ 3 സൈഡും മാർക്ക് ചെയ്യുന്നു. അതുപോലെ ഏതൊക്കെയാണ് പോസിറ്റീവായിട്ട് വരുന്ന വാല്യൂസ് എന്നുള്ളത് ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ തന്നിട്ടുള്ള cos എക്സിൻ്റെ വാല്യൂ -1/2 ആയതുകൊണ്ട് അത് എക്സ് തേർഡ് ക്വാഡ്രൻറ്റിലും ആയതുകൊണ്ട് നമുക്കിതിൻ്റെ cos എക്സിൻ്റെ റെസിപ്രോക്കൽ ഏതാണ്? സീക്ക് എക്സ്. ഉടനെ എഴുതാം. സീക്ക് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? -2 എന്ന് എഴുതാം. അപ്പോൾ ആ 5 ട്രിഗണോമെട്രിക് വാല്യൂസിൽ ഒന്ന് നമുക്ക് ഉടനെ തന്നെ കിട്ടും. ഇനി വേണ്ടത് ബാക്കിയുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള ട്രിഗണോമെട്രിക് വാല്യൂസ് നമുക്ക് അടുത്ത പേജിൽ ഒന്ന് കണ്ടുപിടിക്കാം. ബാക്കിയുള്ള ട്രിഗണോമെട്രിക് വാല്യൂസ് എന്ന് പറയുമ്പോൾ ആദ്യമായി നമുക്ക് സൈൻ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു, ലുക്ക് അറ്റ് ദി ട്രയാങ്കിളിലേക്ക് നോക്കിയാൽ നമുക്ക് സൈൻ എക്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് കിട്ടും. അതായത് √3/2 എന്ന് കിട്ടും. ഇനി അതിൻ്റെ ചിഹ്നം നമ്മൾ തീരുമാനിക്കണം. ഈ ചിഹ്നം തീരുമാനിക്കുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാവുമ്പോൾ നമുക്കറിയാം സൈന് തേർഡ് ക്വാഡ്രൻറ്റിലാണ് അല്ലേ. സൈനും കോസും നെഗറ്റീവ് ആയിരിക്കും തേർഡ് ക്വാഡ്രൻറ്റിൽ. ടാനും അതിൻ്റെ റെസിപ്രോക്കലും മാത്രമേ പോസിറ്റീവ് ആയിട്ടുള്ളൂ. അപ്പോൾ
നമുക്ക് സൈനിൻ്റെ വാല്യൂ നെഗറ്റീവ് എന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ ടാന് നമ്മൾ കണ്ടു കഴിഞ്ഞു, ടാൻ പോസിറ്റീവാണ്. വാല്യൂ നമുക്ക് ട്രയാങ്കിളിൽ നിന്ന് എടുക്കാം. ടാനിൻ്റെ വാല്യൂ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദെർഫോർ ഇറ്റ് ഈസ് √3/1, ദാറ്റ് ഈസ് √3. ആൻഡ് cosec x is the reciprocal of sin x, that is -2/√3, and cot x is the reciprocal of tan x, therefore 1/√3. അപ്പം ബാക്കിയുള്ള 5 ട്രിഗണോമെട്രിക് വാല്യൂസ് ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് sec x കിട്ടിക്കഴിഞ്ഞു, അതുപോലെ സൈന്, ടാൻ എക്സ്, കൊസീക്ക് എക്സ്, കോട്ടെക്സ്, അങ്ങനെ 5 ട്രിഗണോമെട്രിക് വാല്യൂസും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ട്രിഗണോമെട്രിക് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് ഈ വാല്യൂസ് കാണാൻ പറ്റും. പക്ഷേ അത് കുറച്ചുകൂടി ലെങ്തിയാണ്. എളുപ്പത്തിൽ നിങ്ങൾക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ വാല്യൂസ് കാണാനുള്ളൊരു മെത്തേഡാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുപോലുള്ള ചോദ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഫോളോയിങ് ട്രിഗണോമെട്രിക് വാല്യൂസ്. നമുക്ക് ട്രിഗണോമെട്രിക് ഫങ്ഷൻസും അതിൻ്റെ ആംഗിൾസ് തന്നിട്ടുണ്ട്. ഈ ആംഗിളിൻ്റെ ഈ ട്രിഗണോമെട്രിക് വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സൈൻ 765 ഡിഗ്രി. അപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് ഈ 765ൻ്റെ അടുത്തുള്ള നമ്മുടെ 360യുടെ അല്ലെങ്കിൽ 90യുടെ മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യുക. അപ്പോൾ 90യുടെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 720 ആണ് വരുന്നത്. സോ വി ക്യാൻ റൈറ്റ് സൈൻ 720 + 45. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ തന്നിട്ടുള്ള ആംഗിളിനെ ഇതിൻ്റെ നിയറസ്റ്റ് 90യുടെ മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യുക പ്ലസ് ആംഗിൾ. തീർച്ചയായിട്ടും ആ ആംഗിൾ നമുക്ക് ട്രിഗണോമെട്രിക് വാല്യൂസ് അറിയുന്ന ഒരു ആംഗിൾ ആയിരിക്കും. അപ്പോൾ 720 + 45 നമുക്ക് എഴുതാം. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ 720 എന്ന് പറയുന്നത് 90യുടെ ഓഡ് മൾട്ടിപ്പിളാണോ ഈവൺ മൾട്ടിപ്പിളാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം സൈൻ 720 ഈസ് 8 × 90 + 45. അപ്പോൾ ഈ കിട്ടിയിട്ടുള്ള മൾട്ടിപ്പിള് ഈവൺ മൾട്ടിപ്പിളാണ്. ഈവൺ മൾട്ടിപ്പിൾ ആകുമ്പോൾ നമ്മൾക്ക് ഉടനെ തന്നെ സൈൻ 45 എന്നങ്ങ് എഴുതാം. സൈൻ 45 എന്ന് എഴുതാം. ഇനി ശ്രദ്ധിക്കേണ്ടത് തീർന്നില്ല, നമ്മൾ ഇതിൻ്റെ ചിഹ്നം കണ്ടുപിടിക്കണം. ഏതാണ്, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ വാല്യൂ നമ്മൾ ആദ്യം ഇവിടെ എഴുതുന്നുണ്ട് സൈൻ 45. ഇത് ഈവൺ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ തന്നെ എഴുതാം. ഇനി ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ കോ ഫംഗ്ഷൻ, അതായത് സൈൻ ആണെങ്കിൽ കൊസൈൻ എഴുതണം, ടാൻ ആണെങ്കിൽ കോട്ട് എഴുതണം, കൊസീക്ക് ആണെങ്കിൽ സീക്ക് എഴുതണം. അങ്ങനെയാണ് അതിൻ്റെ റൂള്. അപ്പോൾ ഇതൊരു ഈവൺ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമ്മൾ ഫംഗ്ഷൻ സൈൻ എഴുതിയിട്ട് ഈ ആംഗിളാണ് എഴുതേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ മൊത്തത്തിൽ ഈ ആംഗിൾ ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് കണ്ടുപിടിക്കണം. ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആ റൂൾ ഉപയോഗിക്കാം. നമ്മുടെ ASTC റൂൾ ഉപയോഗിക്കാം. അതായത് 8 × 90 എന്ന് പറയുമ്പോൾ 2 റൗണ്ട് കംപ്ലീറ്റ് വരും. പിന്നെ +45 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും ആംഗിൾ ഉണ്ടാവുക. അതായത് 765 എന്ന് പറയുന്ന ആംഗിൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വരിക. അതായത് 2 പ്രാവശ്യം ഫുൾ റൊട്ടേഷൻ കഴിഞ്ഞ് അടുത്ത +45 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ക്വാഡ്രൻറ്റിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നമുക്കറിയാം എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും എന്താണ്, പോസിറ്റീവാണ്. നമ്മൾ സൈനാണ് കണ്ടുപിടിക്കുന്നത്. ദർഫോർ സൈൻ 45 പോസിറ്റീവ് സൈൻ 45 എന്നുള്ള വാല്യൂ ആയിരിക്കും. ദർഫോർ വി ക്യാൻ റൈറ്റ് ദി വാല്യൂ ആസ് 1/√2. അപ്പോൾ ഇതാണ് ട്രിഗണോമെട്രിക് വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ, ഓഡ് മൾട്ടിപ്പിളാണോ ഈവൺ മൾട്ടിപ്പിളാണോ നോക്കണം. അതുപോലെ ഓഡ് മൾട്ടിപ്പിളാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ കോ ഫംഗ്ഷൻ ഇവിടെ എഴുതണം. ഈവൺ മൾട്ടിപ്പിളാണെങ്കിൽ സെയിം ഫംഗ്ഷൻ തന്നെ എഴുതണം. ഇനി അത് റേഡിയൻ മെഷറിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് നോക്കാം. അതായത് ടാൻ 19, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 19π/3 ആണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ടാൻ
ഇവിടെ വരുന്ന 90ക്ക് അടുത്തുള്ള 3യുടെ മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യണം. 90ക്ക് ഏറ്റവും അടുത്തുള്ള 3യുടെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 18 ആണ്. 18 പൈ ആണ്. നമുക്കതിനെ 18 പൈ പ്ലസ് പൈ എന്ന് 19 പൈനെ എഴുതാം ഡിവൈഡഡ് ബൈ 3. ഓർ യു ക്യാൻ റൈറ്റ് tan 18 പൈ ബൈ 3 മീൻസ് 6 പൈ പ്ലസ് പൈ ബൈ 3. വീണ്ടും നമുക്കറിയാം ഇത് ഒരു ഈവൺ മൾട്ടിപ്പിൾ ഓഫ് 90 അല്ലെങ്കിൽ പൈ ബൈ 2 ആണ്. ഉടനെ tan പൈ ബൈ 3 എന്ന് എഴുതാം tan പൈ ബൈ 3. ഇനി ഏത് ക്വാഡ്രൻ്റ് ആണെന്ന് നോക്കാം. ഏത് ക്വാഡ്രൻ്റ് ആണെന്ന് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്വാഡ്രൻറ്റിൻ്റെ ആ റൂള് നമ്മൾ ചെക്ക് ചെയ്യാം. 6 പൈ എന്ന് പറയുമ്പോൾ 3 റൗണ്ട് കഴിയും അല്ലേ. 2 പൈ 3 ടൈംസ് വരും. 3 റൗണ്ട് കഴിഞ്ഞ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലേക്ക് കടക്കുമ്പോൾ ഓൾ ആർ പോസിറ്റീവ് എന്നുള്ള റൂളിലേക്ക് എത്തും. അവിടെ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ്. tan പൈ ബൈ 3യുടെ വാല്യൂ എന്താണ്? √3 ആണ്. tan പൈ ബൈ 3യുടെ വാല്യൂ √3 ആണ്. ദർഫോർ tan പൈ ബൈ 3 = √3. അഗെയിൻ tan 19 പൈ ബൈ 3യുടെ വാല്യൂ √3 ആയിരിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഈ റൂളാണ്. ഇത് 2 പൈയുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് ഉടനെ tan പൈ ബൈ 3 എന്ന് എഴുതാം. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന അടുത്ത ഒരു ചോദ്യമാണ് ഷോ ദാറ്റ് 2 sin square pi by 6 plus cosec square 7 pi by 6 into cos square pi by 3 equal to 3/2. ഈ ഒരു ചോദ്യം എന്നല്ല, ഇതേപോലുള്ള ഒരു ചോദ്യം നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിലാദ്യം നമുക്ക് ഇതിലാവശ്യമുള്ള വാല്യൂസ് ഒന്ന് കണ്ടുപിടിക്കാം. അതായത് sin pi by 6 നമുക്കറിയുന്ന വാല്യൂ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ദെൻ cosec 7 pi by 6 ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതുപോലുള്ള ട്രിഗണോമെട്രിക് വാല്യൂസ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. അതായത് കൊസീക്ക് നമുക്കിവിടെ 7 പൈയുടെ നിയറസ്റ്റ് ആയിട്ടുള്ള 6ൻ്റെ മൾട്ടിപ്പിൾ എടുക്കാം. അതായത് 6 പൈ പ്ലസ് പൈ എന്ന് എഴുതാം 7 പൈനെ ഡിവൈഡഡ് ബൈ 6. ദാറ്റ് ഈസ് ഈക്വൽ ടു കൊസീക്ക് 6 ബൈ 6 ഈസ് പൈ പ്ലസ് പൈ ബൈ 6 എന്ന് എഴുതാം. പൈ പ്ലസ് പൈ ബൈ 6 എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രൻ്റാണ് വരിക? പൈ പ്ലസ് പൈ ബൈ 6 ഈസ് ഇൻ ദി തേർഡ് ക്വാഡ്രൻ്റ്. തേർഡ് ക്വാഡ്രൻറ്റിൽ കൊസീക്കിൻ്റെ വാല്യൂ എന്താണ്? നെഗറ്റീവാണ്. അപ്പം നമുക്ക് നെഗറ്റീവ് കൊസീക്ക് പൈ ബൈ 6 എന്ന് എഴുതാം. അതായത് ഈവൺ മൾട്ടിപ്പിൾ ഓഫ് 90 ആണ് പൈ. അതുപോലെ കൊസീക്ക് എന്ന് പറയുമ്പോൾ ഈവൺ ആയതുകൊണ്ട് കൊസീക്ക് പൈ ബൈ 6 എന്ന് എഴുതാം. തേർഡ് ക്വാഡ്രൻറ്റിലായതുകൊണ്ട് നെഗറ്റീവ് എന്ന് എഴുതാം. ഇനി കൊസീക്ക് പൈ ബൈ 6ൻ്റെ വാല്യൂ നമുക്കറിയാം 2 ആണ്. അപ്പോൾ -2 ആണ് ഇവിടെ കിട്ടുന്ന കൊസീക്ക് 7 പൈ ബൈ 6ൻ്റെ വാല്യൂ. അപ്പോൾ ഈ റൂള് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കണം, ഈ ട്രിഗണോമെട്രിക് വാല്യൂസിൻ്റെ റൂള്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഇനി ഒരു വാല്യൂയും കൂടി നമുക്കിവിടെ കിട്ടാനുണ്ട്. ഏതാണ് ആ വാല്യൂ? കോസ് പൈ ബൈ 3. കോസ് പൈ ബൈ 3യുടെ വാല്യൂ നമുക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു സൈൻ പൈ ബൈ 6 അല്ലേ. അതായത് 1/2 ഈക്വലാണ്. ഇനി ഈ വാല്യൂസ് നമുക്ക് ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ കൊടുക്കാം. ക്വസ്റ്റ്യൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്നു. ദഫോ LHS ഈസ് ഈക്വൽ ടു LHSൽ നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ 2 ഇൻറ്റു എന്താണ് പറയുന്നത്? സൈൻ സ്ക്വയർ പൈ ബൈ 6 ദഫോ 1/2 ഓൾ സ്ക്വയർ 1/2 ഓൾ സ്ക്വയർ പ്ലസ് അടുത്ത വാല്യൂ കൊസീക്ക് സ്ക്വയർ 7 പൈ ബൈ 6 ദാറ്റ് ഈസ് -2 സ്ക്വയർ ഇൻറ്റു cos square pi by 3 that is 1/2 square. വാല്യൂസ് അതിൽ കൊടുക്കുന്നു. 2 ഇൻറ്റു 1/4 പ്ലസ് -2 സ്ക്വയർ ഈസ് 4 ഇൻറ്റു 1/4. 4 and 4 get cancelled. Here 2 in 4 2 times. Therefore 1/2 plus 1 that is equal to 3/2. കൃത്യമായിട്ട് നമുക്ക് കിട്ടും. വാല്യൂസ് കാണാനുള്ള മെത്തേഡ് നന്നായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ 7 പൈ ബൈ 6ൻ്റെ വാല്യൂ കാണാൻ നമുക്ക് കുറച്ചൊരു സ്റ്റെപ്സിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഡയറക്റ്റ് അറിയുന്ന വാല്യൂസാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. ഇതുപോലുള്ള ഒരു ചോദ്യം നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് കോസ് 7x പ്ലസ് കോസ് 5x ഡിവൈഡഡ് ബൈ സൈൻ 7x മൈനസ് സൈൻ 5x ഈസ് ഈക്വൽ ടു കോട്ട്. ഉറപ്പായിട്ടും നമ്മുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ ക്വസ്റ്റ്യൻ.
ഇതിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഫോർമുല നമുക്കൊന്ന് ഓർത്ത് വെക്കാം. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഫോർമുല എന്ന് പറയുന്ന ഫോർമുല 4 എണ്ണം ഉള്ളതിൽ 2 എണ്ണമാണ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്. ഏതൊക്കെയാണെന്ന് നോക്കാം. കോസ് എ പ്ലസ് കോസ് ബി, ഇങ്ങനെയൊരു ഫോർമുല നമ്മൾ പഠിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് 2 കോസ് എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. പിന്നെ നമുക്കിവിടെ ആവശ്യമുള്ളത് സൈൻ എ മൈനസ് സൈൻ ബി എന്ന ഫോർമുലയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2. ഈ 2 ഫോർമുലയാണ് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കാൻ ആവശ്യമുള്ളത്. അപ്പോൾ ഈ 2 ഫോർമുല നന്നായിട്ട് ഓർത്ത് വെക്കുക. ഇതിൽ LHS നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് RHSലേക്ക് എത്താൻ പറ്റും വളരെ ഈസി ആയിട്ട്. അപ്പോൾ ഇവിടെ കോസ് 7x പ്ലസ് കോസ് 5xനെ എക്ക് പകരം 7xും ബിക്ക് പകരം 5xും കൊടുത്ത് നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ ഡിനോമിനേറ്ററിലും ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലേക്കൊന്ന് പോകാം. ഇതിൻ്റെ LHS എടുക്കാം. LHS ഈക്വൽ ടു, ഒന്നുകൂടി നമുക്ക് എഴുതാം, കോസ് 7x പ്ലസ് കോസ് 5x ഡിവൈഡഡ് ബൈ സൈൻ 7x മൈനസ് സൈൻ 5x. നേരത്തെ നമ്മൾ എഴുതിയ 2 ഫോർമുലയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റിൽ എന്ത് വരും? ന്യൂമറേറ്ററിൽ എന്താ വരിക? 2 കോസ് 7x പ്ലസ് 5x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് 7x മൈനസ് 5x ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് 7x പ്ലസ് 5x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ 7x മൈനസ് 5x ഡിവൈഡഡ് ബൈ 2. ഇവിടെ തന്നെ നമുക്ക് കോമൺ ടേംസ് കട്ട് ചെയ്യാം. അതുപോലെ കോസ് 7x പ്ലസ് 5x ബൈ 2 പിന്നെയും കോസ് 7x പ്ലസ് 5x ബൈ 2 ഒരേ ആംഗിളാണ്, സെയിം ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. നമുക്കത് ഫുള്ളായിട്ട് ഇവിടെ കട്ട് ചെയ്യാം. ഇനി ന്യൂമറേറ്ററിലുള്ളത് കോസ് 7x മൈനസ് 5x ഡിവൈഡഡ് ബൈ 2. 7x മൈനസ് 5x എന്ന് പറയുമ്പോൾ 2x ആണ്. 2xനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x വരും. അപ്പോൾ കോസ് x എന്ന് വരും. ഇവിടെ സൈൻ 7x മൈനസ് 5x ഈസ് 2x ബൈ 2 x വരും. ദെർഫോർ ഇറ്റ് ഈസ് ഈക്വൽ ടു കോസ് x ബൈ സൈൻ x. ഇറ്റ് ഈസ് ഈക്വൽ ടു കോട്ട് x. റൈറ്റ് സൈഡിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ RHSലുള്ള ഫംഗ്ഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പ്രൂഫ് കംപ്ലീറ്റ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? RHS. അപ്പോൾ ഇതുപോലത്തെ പ്രൊഡക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുന്ന ചോദ്യങ്ങൾ നമ്മൾ കൂടുതൽ സാധ്യതയുള്ളതാണ് വരാൻ. ഒരുവിധം പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ തന്നെ ചോദിക്കാറുള്ള ടൈപ്പ് ചോദ്യമാണിത്. നന്നായിട്ട് എഴുതി പഠിക്കുക. ഇതുപോലെ നമ്മൾ 4 ഫോർമുല പഠിക്കുന്നുണ്ട്. അതിൽ 4ഉം അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ഒരു ചോദ്യം നോക്കുക. ഫൈൻഡ് ദി വാല്യൂ ഓഫ് സൈൻ 15 ഡിഗ്രി. വളരെ സിമ്പിളായൊരു ചോദ്യമാണ്, പക്ഷേ റെഗുലറായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. സൈൻ 15 അല്ലെങ്കിൽ സൈൻ 75 അല്ലെങ്കിൽ ടാൻ 75 കോസ് 15. ഈ ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്രിഗണോമെട്രിക് വാല്യൂസ് പെട്ടെന്ന് കിട്ടുന്ന, അതായത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള ട്രിഗണോമെട്രിക് വാല്യൂസ് അറിയാവുന്ന ആംഗിൾസിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സൈൻ 15 ഈസ് ഈക്വൽ ടു സൈൻ 15 ഡിഗ്രി ഈസ് ഈക്വൽ ടു സൈൻ 45 മൈനസ് 30 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 45. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണ്? സൈൻ എക്സ് പ്ലസ് വൈ അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഫോർമുല. സൈൻ എക്സ് പ്ലസ് വൈ അല്ലെങ്കിൽ സൈൻ എക്സ് മൈനസ് വൈ, കോസ് എക്സ് പ്ലസ് വൈ, കോസ് എക്സ് മൈനസ് വൈ, ഏതാണോ ആംഗിൾ അതിന് കണക്കായിട്ട് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് 45 മൈനസ് 30 ആയതുകൊണ്ട് നമ്മൾ സൈൻ എക്സ് മൈനസ് വൈയുടെ ഫോർമുല കൊടുക്കുന്നു. സൈൻ 45 മൈനസ് 30ക്ക് വേണ്ടി ഫോർമുല നമുക്കൊന്ന് എഴുതി നോക്കാം. സൈൻ എക്സ് മൈനസ് വൈ ഈസ് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഇവിടെ നമ്മൾ ഇതാണ് അപ്ലൈ ചെയ്യുന്നത്.
ഇപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ സൈൻ 45 ഇൻറ്റു കോസ് 30 മൈനസ് കോസ് 45 ഇൻറ്റു സൈൻ 30 ഇങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഫോർമുല ഞാനൊന്ന് മായ്ക്കാം. നിങ്ങൾ അത്യാവശ്യമുള്ള ഫോർമുലകൾ ആൻസർ പേപ്പറിൽ എഴുതണം. തീർച്ചയായിട്ടും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുല എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുലയ്ക്ക് മാർക്ക് കിട്ടും. കറക്റ്റായ ഫോർമുല എഴുതിയാൽ അതിന് മാർക്കുണ്ട്. അപ്പോൾ ഈ ഫോർമുല എഴുതാൻ മറക്കരുത്. നമുക്ക് തൽക്കാലം ഇതൊന്ന് മായ്ക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മളെങ്ങനെ എഴുതാൻ നോക്കാൻ ശ്രദ്ധിക്കുക. സൈൻ 45 നമുക്ക് 1/√2 എന്ന് എഴുതാം. നമ്മൾ പഠിച്ചു വെച്ച വാല്യൂ ആണ്. കോസ് 30 ഈസ് √3/2 മൈനസ് കോസ് 45 ഈസ് 1/√2 and sin 30 is 1/2. Therefore we can write √3/2√2 √3/2√2 minus 1/2√2, or you can write √3 minus 1/2√2. ഇതാണ് സൈൻ 15ൻ്റെ വാല്യൂ. അപ്പോൾ ഇതിങ്ങനെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ഓർമ്മിക്കുക. ഇതുപോലത്തെ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അതായത് 15 ഡിഗ്രി അല്ലാതെ 75 ഡിഗ്രി, 105 ഡിഗ്രി, ഇതൊക്കെ നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റുന്ന ആംഗിൾസാണ്. പലപ്പോഴായിട്ട് എക്സാമിന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. പ്രൂവ് ദാറ്റ് tan 3x ഇൻറ്റു tan 2x ഇൻറ്റു tan x ഈക്വൽ ടു tan 3x മൈനസ് tan 2x മൈനസ് tan x. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന മെത്തേഡിൽ, അതായത് LHS എടുത്ത് RHSലേക്ക് വരിക, അല്ലെങ്കിൽ RHS എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് LHSലേക്ക് എത്തുക, അങ്ങനെയുള്ള മെത്തേഡിന് പകരം മറ്റൊരു രീതിയിലാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എക്സാമിന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഒരുവിധം എല്ലാ ചോദ്യപേപ്പറുകളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു ചോദ്യമാണ് ഈ ചോദ്യം. അപ്പോൾ ഇതെങ്ങനെ തുടങ്ങുന്നത് ശ്രദ്ധിക്കുക. ഇതിൽ നമ്മൾ tan 3x വെച്ചിട്ടാണ് ആദ്യം തുടങ്ങുന്നത്. tan 3xനെ tan 2x പ്ലസ് എക്സ് എന്ന് എഴുതുന്നു. പിന്നെ അവിടെ നമ്മൾ കൊടുക്കുന്ന ഫോർമുല tan x പ്ലസ് വൈയുടെ ഫോർമുലയാണ്. നമുക്ക് tan x പ്ലസ് വൈയുടെ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. tan x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു tan x പ്ലസ് tan y ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x ഇൻറ്റു tan y. ഈ ഒരു ഫോർമുലയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ എക്സിന് പകരം 2xും വൈക്ക് പകരം എക്സും കൊടുത്ത് നമ്മൾ ഈ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അടുത്ത ഒരു പേജിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. tan 3x is equal to tan 2x plus x. പിന്നെ നമുക്ക് എഴുതാം tan 2x plus tan വൈക്ക് പകരം എക്സ് എടുക്കാം, എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് tan 2x ഇൻറ്റു tan x. ഇവിടെ നമ്മൾ എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് വരാം. നമുക്ക് ഇതിൻ്റെ ഫോർമുലയൊന്നും tan 2xനും tan 3xനും ഒക്കെ നമുക്ക് വേറെ ഫോർമുലയുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ അപ്ലൈ ചെയ്യേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ റിസൾട്ട് എന്താണ് വരേണ്ടത് എന്നതിനെപ്പറ്റി നമുക്ക് നല്ല ധാരണ ഉണ്ടാവണം. ഇനി ഇവിടെ ചെയ്യുന്നത് ഇതിനെ ക്രോസ് ആയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് tan 3x ഇൻറ്റു 1 മൈനസ് tan 2x ഇൻറ്റു tan x എന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ എഴുതുന്നു. ഇടത് ഭാഗത്ത് tan 3x ഇൻറ്റു 1 മൈനസ് tan 2x ഇൻറ്റു tan x ഈക്വൽ ടു tan 2x പ്ലസ് tan x എന്ന് എഴുതുന്നു. ഇനി ഈ ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്യുക. ലെഫ്റ്റിലുള്ള ബ്രാക്കറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്യുന്നു. Therefore tan 3x into 1 is tan 3x minus tan 3x into tan 2x into tan x equal to rightly same terms തന്നെ 2x plus tan x എന്ന് എഴുതുന്നു. ഇനി നമുക്ക് കിട്ടേണ്ട ആൻസറിലേക്കൊന്ന് നമ്മൾ നോക്കണം. എന്താണ് നമുക്ക് കിട്ടേണ്ടത്? tan 3x മൈനസ് tan 2x മൈനസ് tan xനെ ഈ പ്രൊഡക്റ്റിനോട് ഈക്വലാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് നെഗറ്റീവാണ്. ഇവിടെ നമുക്കിതിനെ റൈറ്റിലേക്ക് എടുക്കാം. ബാക്കി റൈറ്റിലുള്ള 2 ടേംസിനെ നമുക്ക് ലെഫ്റ്റിലേക്ക് എടുക്കാം. അപ്പോൾ കിട്ടുന്നത് tan
3x മൈനസ് ടാൻ 2x മൈനസ് ടാൻ എക്സ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് റൈറ്റിലുള്ള രണ്ട് ടേമുകളെയും ലെഫ്റ്റിലേക്ക് എടുത്തു. അപ്പോൾ ടാൻ 3x ഓൾറെഡി ലെഫ്റ്റിലുണ്ട്, മൈനസ് ടാൻ 2x വരും, അതായത് ഇതിങ്ങോട്ടേക്ക് വരുമ്പോൾ. അതുപോലെ ടാൻ എക്സും അതുപോലെ നെഗറ്റീവ് ടാൻ എക്സ് വരും. ഈ പ്രോഡക്റ്റിനെ, അതായത് ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ എക്സ് നെഗറ്റീവാണ്. അതിനെ നമ്മൾ റൈറ്റിലേക്ക് എടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ എക്സ് എന്ന് എഴുതാം. നമ്മുടെ റിസൾട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇവിടെ തന്നെ അതിൻ്റെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ എക്സ് ഏതിനോട് ഈക്വലാണ്? ടാൻ 3x മൈനസ് ടാൻ 2x മൈനസ് ടാൻ എക്സിനോട് ഈക്വലാണ്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള റിസൾട്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പല ഫോർമുലയും നമുക്കിവിടെ അറിയാം, പക്ഷെ നമ്മുടെ ആവശ്യമുള്ളത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ചതുപോലെ ആ റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. വളരെ ശ്രദ്ധിച്ചിട്ട് ഫോർമുല അപ്ലൈ ചെയ്യണം. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. 7th question. Prove that tan pi by 4 plus x divided by tan pi by 4 minus x equal to 1 plus tan x by 1 minus tan x all square. അപ്പോൾ ഇവിടെ നമ്മൾ tan pi by 4 plus എക്സും tan pi by 4 മൈനസ് എക്സും ഫോർമുല ഉപയോഗിച്ചൊന്ന് കണ്ടുപിടിക്കുന്നു. അതായത് tan pi by 4 പ്ലസ് എക്സിനെ നമുക്ക് tan x പ്ലസ് വൈയുടെ ഫോർമുല അപ്ലൈ ചെയ്യാം. Therefore tan x plus tan y, therefore tan pi by 4 plus tan x plus tan y divided by 1 minus tan x into tan y. അതാണ് tan x plus yയുടെ ഫോർമുല. Therefore 1 minus tan pi by 4 into tan x. That is equal to 1 plus tan x. Tan pi by 4ൻ്റെ വാല്യൂ 1 ആണ്. Therefore 1 plus tan x by 1 minus 1 into tan x, that is 1 minus tan x. Similarly, tan pi by 4 minus x നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് tan pi by 4 minus x. ഇതേപോലെ നമുക്ക് tan x minus yയുടെ ഫോർമുല അപ്ലൈ ചെയ്യാം. Therefore tan pi by 4 like tan x minus tan y, അതായത് tan x divided by 1 plus tan pi by 4 into tan x. That is equal to 1 minus tan x divided by 1 plus 1 into tan x, that is 1 plus tan x. ഇതാണ് tan pi by 4 minus x. ഇത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. Therefore LHS equal to 1 plus tan x by 1 minus tan x, അത് ന്യൂമറേറ്റർ, ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ്, ദാറ്റ് ഈസ് ന്യൂമറേറ്റർ. പിന്നെ ഡിനോമിനേറ്ററിലും ഇതേപോലെ ഒരു ഫ്രാക്ഷനാണ്. അപ്പോൾ നമ്മളതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 പ്ലസ് ടാൻ എക്സ്, റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ് എന്ന് കിട്ടും. അത് നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഓൾ സ്ക്വയർ എന്ന് എഴുതാം. കാരണം ഒരേ ടേമാണ്, രണ്ടും ഒരേ ടേമാണ്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു 1 plus tan x by 1 minus tan x is what? 1 plus tan x by 1 minus tan x all square എന്ന് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു RHS. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ പ്രൂവ് ചെയ്യാം. അപ്പോൾ ഏത് ഫോർമുലയാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോർമുല കൊടുത്താൽ മാത്രമേ ഇതുപോലെ ആൻസറിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ്, ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ അടുത്ത ചാപ്റ്ററിൻ്റെ ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് റിവിഷൻ ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ കാണാം. നന്നായിട്ട് എഴുതി പഠിക്കുക, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക. എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് സാധിക്കും.